നമ്മൾ ഇനി പറയാൻ പോകുന്നത് നമ്മുടെ കിച്ചനെ കുറിച്ചാണ്. കിച്ചൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ടൈം എടുത്ത് ചെയ്തേക്കുന്നത് നമ്മുടെ കിച്ചണാണ്. ഇത് നമ്മൾ ഫുള്ളി ഓപ്പൺ ആയിട്ട് കിടന്നൊരു സ്പേസിനെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ ആർക്കിട്രേവ് പാനലിംഗ് ഒക്കെ കൊടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ യൂണിറ്റ് കൊടുത്തു. അവിടെ നമ്മൾ ഫ്ലൂട്ടഡ് ഗ്ലാസിൻ്റെ ഒരു പാനലിംഗ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫുള്ളി കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് നമ്മൾ ഈ കിച്ചൺ ചെയ്തേക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വരാം. ഫുള്ള് നമ്മൾ ടാൻഡം ബോക്സസ് ആണ് കൊടുത്തേക്കുന്നത്. ഇവിടെ ഫുള്ള് നമ്മൾ ടാൻഡം ബോക്സസ് നമ്മൾ നിരത്തി കൊടുത്തേക്കാണ്. നമുക്കിതെല്ലാം സ്റ്റോറേജസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതിൽ തന്നെ നമ്മൾ അക്സസറീസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇതെല്ലാം ഓപ്പൺ ഡ്രോയേഴ്സ് ആണ്. നമുക്ക് ഫ്രിഡ്ജ് അറ്റാച്ച് ചെയ്യാനായിട്ട് നമ്മൾ സ്പേസ് കൊടുത്തു. ഫ്രിഡ്ജിൻ്റെ മുകളിൽ നമ്മൾ ഒരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട്, ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിലെല്ലാം നമ്മൾ ഹാൻഡിൽലെസ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ഇവിടെ നമ്മൾ ചെയ്തേക്കുന്നത്. എല്ലാം സ്റ്റോറേജസ് ആണ്. നമുക്ക് സെക്കൻഡ് കിച്ചണിലേക്ക് വരാം. സെക്കൻഡ് കിച്ചണാണ്. നമ്മൾ കുറച്ചുകൂടെ ഇലാബറേറ്റ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് കിച്ചൺ. ഇത് നമുക്ക് ഫുള്ള് ബോട്ടം സ്റ്റോറേജസ്, ഇവിടെ കട്ട്ലറി, എല്ലാം ഹെറ്റിച്ചിൻ്റെ ആക്സസറീസ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ കപ്പ് ആൻഡ് സോസർ, നമുക്ക് സോസസൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ കപ്പ് ആൻഡ് സോസസ്. പിന്നെ അതേപോലെ പ്ലേറ്റൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റിയ പ്ലേറ്റിൻ്റെ യൂണിറ്റ്. പിന്നെ ഇവിടെ എടുത്തു പറയാനുള്ളതെന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഒരു കോർണർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫുള്ളി മാജിക് കോർണർ പോലെ നമ്മൾ കോർണർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. തന്നെ പോയി അടയുന്ന രീതി. ഇപ്പോൾ നമ്മൾ പ്ലെയിനായിട്ട് ടാൻഡം ബോക്സസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സ്റ്റോറേജസ്, ഇതേപോലെ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്യാം. പ്ലെയിനായിട്ടുള്ള ടാൻഡം ബോക്സസ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നീട് വരുമ്പോൾ നമുക്ക് ടോൾ യൂണിറ്റാണ്. ടോൾ യൂണിറ്റ് നമ്മൾ കൺവേർട്ട് ചെയ്ത് 3ആയിട്ട് കൊടുത്തേക്കാണ്. ഇവിടെ നമുക്ക് ഓവനൊക്കെ പ്ലേസ് ചെയ്യാം. ഓവൻ നമ്മൾ ഓൾറെഡി ഇവിടെ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബോട്ടം നമുക്ക് സ്റ്റോറേജായിട്ട് യൂസ് ചെയ്യാം. ഇതേപോലെ സ്റ്റോറേജ് ഓവൻ പ്ലേസ് ചെയ്യാം. പിന്നെ വരുന്നത് നമ്മുടെ ഫോൾഡിംഗ് ടേബിൾ കോൺസെപ്റ്റാണ്. നമ്മൾ ഫോൾഡിംഗ് ആയിട്ടൊരു ടേബിൾ ക്ലയൻറ്റിന് ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു ടേബിൾ വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഫോൾഡിംഗ് ആയിട്ടൊരു ടേബിൾ ഉണ്ടാക്കിയതാണ്. നമുക്കിതിനെ ഇങ്ങനെ നമുക്ക് നേരെ നമുക്ക് ടേബിളിനെ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഫുഡ് കഴിക്കാനും, അതേപോലെ നമുക്ക് നമ്മുടെ യൂസ് കഴിഞ്ഞിട്ട് അതേപോലെ നമുക്ക് ഇതിനെ ഫോൾഡ് ചെയ്ത് നമുക്ക് ഉള്ളിലേക്ക് വെക്കുകയും ചെയ്യാം.